ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പിൽ നൾ എന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതുപോലെ സിമ്പിൾ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട് എന്നുള്ള കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നൾ എന്താണ്, അതുപോലെ തന്നെ സിമ്പിൾ എന്താണെന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പറയാം. എന്താണ് ഫങ്ഷൻ, ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പറാക്കി ഇന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നള്ളാണ്. നൾ എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് സിമ്പിളിലേക്കെല്ലാം പോവാം. നൾ എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് നൾ എന്ന് വെച്ചാൽ നത്തിങ് എന്നാണ്, അതായത് ഒന്നുമില്ല. നൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണ് മീനിങ്. ഇതിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ നൾ ഒന്നുമില്ല. അതായത് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത ടൈമിൽ അതിൻ്റെ വാല്യൂ നള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മീനിങ് ആ വേരിയബിളിൽ വാല്യൂ ഉണ്ട്, പക്ഷെ ആ വാല്യൂ എന്താണ്, നള്ളാണ്, ഒന്നുമില്ല, നത്തിങ് എന്നുള്ള വാല്യൂ ആണ് അതിനുള്ളത്. പക്ഷെ അൺഡിഫൈൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചിരുന്നു. അൺഡിഫൈൻഡ് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല, അതിന് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുക, അത് അൺഡിഫൈൻഡ് ആയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നള്ളും അൺഡിഫൈൻ തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത്. അൺഡിഫൈൻ നള്ള് തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, അൺഡിഫൈൻ എന്ന് വെച്ചാൽ വാല്യൂ ഇല്ല, ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ വാല്യൂ അസൈൻ ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും, വാല്യൂ ഇല്ലാത്തൊരു സംഭവത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് അങ്ങനെയല്ല, മറ്റത് നത്തിങ്, ഒരു വാല്യൂ ഇല്ല, പക്ഷെ നള്ള് എന്നുള്ള വാല്യൂ ഉണ്ട്. അതായത് വാല്യൂ ഓൾറെഡി ഉണ്ട്. അൺഡിഫൈൻഡ് വാല്യൂ പറഞ്ഞൊരു സംഭവം ഇല്ല. ഇതിൽ വാല്യൂ ഉണ്ട്, ഒന്നും വാല്യൂ ഇല്ല, പക്ഷെ ഈ രണ്ടും ഈക്വൽ ആണ്. നമുക്ക് പ്രസൻ്റ്ലി നമ്മൾ ചെയ്യുന്ന ടൈമിൽ, അതായത് കാണുന്ന ടൈമിൽ അതെന്താണ്, രണ്ടും ഈക്വൽ. അൺഡിഫൈൻഡ് നള്ള് എന്ന് വെച്ചാൽ ഈക്വൽ ആണ്. പക്ഷെ സ്ട്രിക്ട്ലി ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്ട്രിക്ട്ലി ഈക്വൽ അല്ല. ഒന്നിൽ വാല്യൂ തന്നെ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല, മറ്റൊന്ന് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നല്ല ആ സംഭവമാണ് എന്ത് നള്ള് എന്നുള്ളത്. പിന്നെ ഉള്ളത് സിമ്പിൾ. അപ്പോൾ സിമ്പിൾ എന്താ, സിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറയാം, നമ്മൾ കേട്ടിട്ടുണ്ടോ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ. ശരിക്കും ജാവാസ്ക്രിപ്റ്റിൽ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ വേരിയബിൾ വേറെ ഒന്നിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതേ ഫോർ എക്സാമ്പിൾ ലെറ്റ് എ അസൈൻ 10 എന്ന് കൊടുത്തു. പിന്നെയും ഞാൻ ഒരു എ അസൈൻ 10 എന്ന് കൊടുക്കുമ്പോൾ ഇത് രണ്ടിൻ്റെ വാല്യൂ ഒന്നാണ്. അത് എ ഈക്വൽ എ ആണോ, ഈക്വൽ ട്രൂ ആണോ വരിക. കാരണം എന്താ, രണ്ടും ഈക്വൽ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ലെറ്റ് എ അസൈൻ 10 എന്ന് കൊടുത്തു. ഓക്കെ, ആദ്യം ഞാൻ നള്ളിൻ്റെ കാര്യം കാണിച്ചു തരാം, നള്ള് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നള്ള് എന്നുള്ള വാല്യൂ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, console.logൽ വന്ന് എ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും, നമുക്കൊന്ന് നോക്കി നോക്കാം. എൻ്റെ വാല്യൂ എന്തായിരിക്കും, നള്ളാണ്. കണ്ടോ, നള്ളാണ്, എ ഈസ് നള്ളാണ്. ഓക്കെ, ആ നള്ള് എന്നുള്ള വാല്യൂ അൺഡിഫൈൻഡ് നള്ള് തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അൺഡിഫൈൻഡ് എന്ന് വെച്ചാൽ വാല്യൂ തന്നെ ഇല്ല. നള്ള് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നള്ള് എന്നുള്ള വാല്യൂ ഉണ്ട്, പക്ഷെ അൺഡിഫൈൻഡ് എന്നുള്ള ഒരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതായത് ഇപ്പോൾ ഞാനിവിടെ അൺഡിഫൈൻഡ് എന്ന് കൊടുത്തു, ഫോർ എക്സാമ്പിൾ അൺഡിഫൈൻഡ് എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. പോയി നോക്കുമ്പോൾ അൺഡിഫൈൻഡ് എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അൺഡിഫൈൻഡ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇത് നള്ളാക്കി മാറ്റിയാൽ അതും എന്താണ്, നള്ളാണ്. അപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യാസം ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് എ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സേവ് ചെയ്തു. ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അൺഡിഫൈൻഡ് ആണ്. അവിടെ നള്ളാണോ, അല്ല, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ അതൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല, ഒരു വാല്യൂ നമ്മൾ കൊടുക്കാതെ വരുമ്പോഴാണ് അൺഡിഫൈൻഡ് വരുന്നത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വാല്യൂ, അത് നള്ള് എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്താൽ മാത്രമേ നള്ളാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് തമ്മിൽ വ്യത്യാസം. ഈ നമ്മൾ കറൻ്റ് നോക്കുമ്പോൾ അത് രണ്ട് വ്യത്യാസമില്ല, പക്ഷെ എന്തുണ്ട്, ഈ കമ്പയർ ചെയ്യുന്ന ടൈമിൽ സ്ട്രിക്ട്ലി നോക്കുമ്പോൾ അതെന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതൊന്നും കൂടി നോക്കാൻ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് സിമ്പിൾ എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ എന്നുള്ളത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ എന്നുള്ളത് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ താഴത്തെ ലെറ്റ് ബി അസൈൻ 10 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും എൻ്റെയും ബീൻ്റെ വാല്യൂ എന്താണ്, എയുടെ വാല്യൂ 10 ആണ്, ബീൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന് ബീന് പ്രിൻ്റ് ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൺസോൾ ലോഗും കൊടുത്തിട്ട് ഞാൻ ബീന് പ്രിൻ്റ് ചെയ്താൽ
ബി നെയിം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും 10 പ്രിൻ്റ് ചെയ്തു അല്ലേ, രണ്ടും സെയിം ആണ്. ഇനി ഞാൻ ഒരു കൺസോൾ ഡോട്ട് ലോഗിൽ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഡബിൾ ഈക്വൽ കൊടുത്ത് ബി കൊടുത്തു. ഓക്കെ, ബി കൊടുത്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കുമ്പോൾ രണ്ട് ഈക്വൽ ആണ്, അപ്പോൾ ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. എന്താണ് രണ്ടും എന്താണ് ഈക്വൽ ആണ്, 10 ഈക്വൽ ആണ്. ഇനി 3 ഈക്വൽ കൊടുത്തേക്കാം, അതായത് ഡാറ്റ ടൈപ്പും വാല്യൂം ഒന്നാണെന്നുള്ള രീതിയിൽ. അത് നമ്മൾ 3 ഈക്വലും 2 ഈക്വലും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പറായിട്ട്. അത് പോയി കാണുക. കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇനി 3 ഈക്വൽ, അതായത് ഡാറ്റ ടൈപ്പും കൂടി നോക്കുകയാണ്. രണ്ടിൻ്റെ ഡാറ്റ ടൈപ്പും ഒന്ന് സെയിം ആണ്, അതുപോലെ തന്നെ വാല്യൂസും സെയിം ആണ്. ട്രൂ ആയിരിക്കും ഉത്തരം ട്രൂ തന്നെയാണ് അല്ലേ. ഇനി നമുക്കിത് സിമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. സിമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രണ്ട് സിമ്പിളിൽ ഞാൻ 10 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആയിരിക്കൂല. കാരണം ഒന്ന് ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ സിമ്പിൾ എന്നുള്ളത് യുണീക്കാണ്. അപ്പോൾ അത് യുണീക്ക് ആകുമ്പോൾ എന്തായത് കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആണ്. അത് കോൺസ്റ്റൻറ്റ് വെച്ചാൽ ഒരു വട്ടം ഒന്നിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വീണ്ടും അത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് വേറെ ആയിരിക്കും, അത് ഈക്വൽ ആയിരിക്കൂല. ഓക്കെ, ഇതിന് അതെന്താന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിൾ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പം ഞാൻ തൽക്കാലം കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് അറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തു. സിമ്പിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്, സിമ്പിൾ എങ്ങനെ എഴുതുന്നത്, സിമ്പിൾ എഴുതാൻ വേണ്ടി ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, എന്നിട്ട് സിമ്പിൾ എന്നുള്ള ഒരു ചിഹ്നം കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. സിമ്പിൾ എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ടത് എന്ന് വെച്ചാൽ അത് ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സിമ്പിൾ എന്നുള്ള നെയിം ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഡിക്ലറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നു, ഇനി ഞാൻ കമ്പയർ ചെയ്യാണ്, ഈക്വൽ സിമ്പിൾ ആണോ. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നില്ല, ആദ്യം ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാതെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, സിമ്പിൾ 10. ഇനി ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സിമ്പിൾ 10 ഈക്വൽ സിമ്പിൾ 10 ഒരുപോലെയാണല്ലോ, ശരിക്കും ട്രൂ ആണല്ലോ. നമുക്ക് ആൻസർ കിട്ടേണ്ടത് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ആൻസർ ഉദ്ദേശിച്ചതാണോ, അല്ല, ഫോൾസ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ ഫോൾസ് ആയത്? ഫോൾസ് ആയത് എന്താ വെച്ചാൽ സിമ്പിൾ എന്നുള്ളത് യുണീക്കാണ്. അതായത് ഈ സിമ്പിൾ എന്നുള്ള ഒരു വട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ നെയിമിലോ അതേ വാല്യൂസോ നമ്മൾ മീൻസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്, ട്രൂ അല്ല. ഇനി നമുക്ക് എന്ത്, അതായത് അതിൻ്റെ ഡാറ്റ ടൈപ്സ് വ്യത്യാസം ആയതുകൊണ്ടാണ് പറയുകയാണെങ്കിൽ തന്നെ ഇനി 3 ഈക്വൽ കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫോൾസ് ആണ്. ഇതാണ് സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സിമ്പിൾ എന്നുള്ളത് എന്തുകൊണ്ടാണ്, എന്തിൻ്റെ ഡാറ്റ ടൈപ്പ്, എന്തിനു വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ടാക്കിയതിൻ്റെ കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ APIs ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലാണ് കൂടുതൽ അത് ഉപകാരം വരിക. അതായത് നമുക്കൊരു API ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേരിയബിളൊക്കെ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ ഉപയോഗിച്ച് തന്നെ നേരെ വേറെയിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് കുറച്ച് അഡ്വാൻസ് ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് തിരിയുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഇത് യുണീക്കാണ്, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ സിമ്പിൾ എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ സിമ്പിൾ എന്നുള്ള ഒരു വട്ടം അസൈൻ ചെയ്ത ഒരു വാല്യൂ വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും ഫോൾസ് ആണ്. രണ്ടിൻ്റെയും വാല്യൂസും ഡാറ്റ ടൈപ്സും ഇത് വ്യത്യസ്ത രീതിയിലാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സിമ്പിൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നള്ളും അൺഡിഫൈൻഡ് തമ്മിൽ വ്യത്യാസം എന്താ, നൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം.